സോ ഡേ 1 ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗ്രാനി ആയിട്ടാണ് ഗൈസ്. നമ്മളിന്ന് സീവർ എസ്കേപ്പാണ് ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഗ്ലിച്ചായെന്ന് പറഞ്ഞിട്ട് കുറേ നമ്മൾ നിർത്തിയതാണ്. ഇന്ന് നമ്മൾ ഫുൾ ഫാസ്റ്റായിട്ടാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉള്ളതെല്ലാം ഫാസ്റ്റാണ്. എവിടുന്നാ വരുക? അയ്യോ, അവിടുന്ന് വീൽ ക്രാങ്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ, തള്ള കണ്ടു. സ്ലോവാ മെല്ലെ പോവാ. ഇതെന്താ? പീസ് ഓഫ് എ പെയിൻറ്. അതവിടെ വയ്ക്കേണ്ടതായിരുന്നു. ഇതിവിടെ, ഇതിൻ്റെ ബാക്കി പീസ് എവിടെയോ ഉണ്ട്. നമുക്കിനി അടിയിലെന്താ ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിട്ട് വരാം. ഗ്രാനി പുകയ്ക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഗ്രാനി ഇവിടെ ഉണ്ട്. ഇത് ദേ വന്നു. ജസ്റ്റ് മിസ്. ഗ്രാനി അടിക്കാൻ പോയേ. അവിടെ പീസ് ഓഫ് പിക്ചർ ഉണ്ട്. പീസ് ഓഫ് ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് ഉണ്ട്. അയ്യോ, സിവർ തന്നെ പോകാനുള്ള കീ കിട്ടിയിട്ടുണ്ട്. അതിന് ഗ്രാനി ഒന്ന് തട്ടണം. അതാ വരണു. ഹെഡ് വയ്ക്കാം. പക്ഷെ ദേഹത്തെ കൊണ്ട് മാറി നിൽക്കോ. അടക്കുക അവിടെ. അയ്യോ, ഉന്നം തെറ്റി. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ അയ്യോ, ഞാനൊരു ഇത്ര നേരം കണ്ടേ വരുള്ളൂ. നമുക്ക് സിവറയ്ക്ക് പോകാനുള്ള ബുക്ക് കിട്ടിയിട്ടുണ്ട്. പെറ്റ്ലോക്കി. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു തൽക്കാലത്തിനിടാം. അയ്യോ, ഇനി നമുക്കിത് നേരെ അവിടെ കൊണ്ടുപോയിടാം. ഇവിടെ എന്താ ഉള്ളത്? പ്ലേ ഹൗസ് ആവശ്യമുണ്ട്. പക്ഷേ അതിൽ വേറെ വല്ലതും നന്നായിട്ട് അവിടെ കിടക്കട്ടെ. അത് പറഞ്ഞില്ല. ഓക്കെ, നമ്മളൊന്നും ചത്തിട്ടില്ല കേട്ടോ. പ്രാവശ്യം നന്നായിട്ട് നമ്മൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കണം. പ്രാവശ്യം നമ്മളെന്തായാലും തോക്കാനുള്ളൊരാഗ്രഹമില്ല എനിക്ക്. ഞാൻ സീവർ എസ്കേപ്പ് ചെയ്തു. നമ്മുടെ ട്രക്കുണ്ടല്ലോ, ആ ട്രക്ക് വഴി നമുക്ക് എന്താ സാധനം കൊടുക്കാം. ഇതെവിടെയോ ഇവിടെ എവിടെയോ അടുത്ത് തന്നെ. ഇതെവിടെ നിന്നാടാ വരുന്നത്? ഇവിടെ എന്താന്ന് അറിയണം. പക്ഷെ അതെങ്ങനെ എടുക്കും ഞാൻ? ഇത് ഈ വഴി തന്നെ എടുക്കണം ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മൾ അന്നൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. മാസ്റ്റർ കീ ആണ്. അതുകൊണ്ട് തുറന്നു നടക്കട്ടെ. നമ്മളെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളെ എപ്പോഴാ മനസ്സിലാക്കി എവിടെയാ സംഭവിച്ചിരിക്കുന്നത്?
ഇപ്പം ഞാൻ കൊണ്ട് ഇതാക്കുക. ഞാൻ പറഞ്ഞതായിട്ടാ. ഇതെങ്ങനെയപ്പോൾ ഞാൻ കണ്ടുപിടിക്കുക? വാലുള്ള സെറ്റ് ഈ ഡോർ തുറക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിൽ നമ്മുടെ മെയിൻ കീ ആണോ അല്ലെങ്കിൽ ഇതിൽ കൂടെയാണ് എടുക്കുക അല്ലെങ്കിൽ ഇതിൽ കൂടെയാണോ? അപ്പോൾ തള്ളാതെ കുഴപ്പമില്ലേ? നമുക്കിത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ചേർത്ത് ഇങ്ങനെ കഴിക്കും. ഇതിൽ കൂടെ ഇങ്ങനെ ഒറ്റ നോക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് റെസ്റ്ററി പെറ്റ് ലോക്ക് ഗൈസ് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുക. അയ്യോ കുറച്ച് ഈ സൈഡ് ഇതെടുക്കാൻ എത്ര നേരം എടുക്കും? യെസ്, ഐ ആം ഗ്ലിച്ച്. എന്നെ ഗ്ലിച്ച് ചെയ്തിട്ടാ തോൽപ്പിച്ച ഗ്ലിച്ച്. അതുകൊണ്ട് ഞാൻ ഗ്ലിച്ച് ചെയ്തതിന് പ്രതികാരം നോക്കും. ഓക്കെ, അടച്ച് വെക്കാം. അയ്യോ ദേ വരുന്നു അവിടുന്ന്. അയ്യോ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷേ ഓടിക്കോ 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 ഓടിക്കോ. ബേർഡ് സൈഡ് കൂടെ പോകും. അതിൽ കൂടെ പോവുകയാണെങ്കിൽ ഇനി നമുക്ക് സമയം വേണ്ടി വരും. പിന്നെ അവിടേക്ക് തീരാനായിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ എല്ലാം തട്ടിയിട്ടേക്കാം. ഞാനിവിടെ എത്തട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഈ പെറ്റ് ലോക്കിൽ നമുക്ക് ആവശ്യമില്ല. ഇന്നൊക്കെ കൂടെ പോവാം, അല്ലെങ്കിൽ അത് പോകണം. അപ്പം ഞാൻ പോയി എൻ്റെ പാർട്ടിട്ട് എന്താ ഇവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് റിമോട്ട് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. ഉടനെ കിട്ടാൻ ചാൻസ് ഒക്കെ. കോഗി വീടിൻ്റെ ഇടം ഞാനിപ്പോൾ ഇതാക്കി 2 നമ്പർ. ഫാന് വരുന്നതിന് മുമ്പ് നമുക്ക് നേരെ ഇവിടെ നിന്ന് സ്പീഡ് ഇങ്ങോട്ട് നടക്കുക. ഇവിടെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ടെഡി ബിയർ കൊണ്ടൊരു പ്രയോജനമില്ല. വേണേ അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് തീരുമാനിക്കാം. ടെഡി ബിയർ എടുത്താൽ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ അത് ഗ്രാണിക്കറിയും. അയ്യോ നള്ളാക്കി ഇവിടെ എങ്ങനെയുണ്ട് കുട്ടി? വേഗം മേലെ പോവാ. നമുക്ക് സീവറൊക്കെ യൂസ്
വെറുതെ കഷ്ടപ്പെട്ടു. ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവും എന്തോ. ഐഡിയാസ് നമുക്ക് വേറൊന്നൊരു കാര്യം കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. അതും കൂടി ചെയ്ത് നമുക്ക് അയ്യോ തളകൊണ്ട് ഇടയ്ക്ക് എന്നിട്ട് ഇതാ ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം വെച്ച് ഇതിവിടെ ഇങ്ങനെ എറിഞ്ഞാൽ ഗ്രാനി തന്നെ സ്വയം വന്ന് തല്ലിപ്പിടിച്ചോളും. നമുക്ക് വിത്തൗട്ട് ഹാമർ അതിന് സ്പെഷ്യൽ. എന്നിട്ട് നമ്മളിത് ഇവിടെ ഒളിക്കണം. ഇപ്പോൾ ഗ്രാനി വന്നോളും, എന്നിട്ട് വന്ന് തല്ലിപ്പൊട്ടിച്ചോളും, പൊയ്ക്കോളും. നമുക്ക് സ്പീഡില്ലേ മറ്റേ ഹാമർ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതാക്കാം. ഓക്കെ ഗ്രാനി വരുന്നുണ്ട് എത്തി. വിളിച്ചോ. ഞാൻ വിചാരിച്ച പരിശ്രമമായ അവളീനെല്ലാം തല്ലി പിടിച്ചു. ഇതിൽ കൂടെ ഓടിക്കോ. പെയിൻറ്റിങ് ഓഫ് പിക്ചർ എടുത്തോ. ഇവിടെ സ്ഥലം കാലിയാക്കിക്കോ. അയ്യോ പെട്ടു. ഞാൻ പെട്ടു. പറ്റില്ല. ഇവിടെ നമ്മുടെ കയ്യിൽ 2000 ഉണ്ടല്ലോ. അയ്യോ ഇതെന്താടാ അത് എടുക്കാൻ പറ്റാത്ത. ഒരു റൗണ്ട് ചുറ്റി അടിച്ചിട്ട് വരാം. അയ്യോ വന്നടാ തേങ്ങ. എന്താണത് നമ്മൾ എടുക്കാനേ പറ്റില്ല. ഗ്രാനി സമ്മതിക്കില്ല. ചേടാ ഇതൊക്കെ ഒരുപാട് നേരമായില്ലോ കറങ്ങാൻ തുടങ്ങിയിട്ട്. അതിപ്പോൾ നമുക്ക് ഓടി വൈകാതെ തന്നെ എടുത്തു. പട്ടാസ് നമുക്ക് ഒരാടെയും കൂടി യൂസ് ചെയ്യാനുണ്ടത്. ഗ്രാനി പറഞ്ഞിട്ട് ടൈമേ പോയി. ഇനി ഗ്രാനി നോക്കണ്ട, വേഗം പോയിട്ട് അടുത്ത സാധനം എടുക്കാം. യെസ് ഇവിടെ ഹാമർ ഇട്ടുകയാണെങ്കിൽ നല്ലതായിട്ട് കേട്ടോ. ഇവിടെ ഹാമർ ഇട്ടുകയാണെങ്കിൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാം. ഓക്കെ ഇവിടെ ഹാമർ ഉണ്ട്, രക്ഷപ്പെട്ടു. ഗ്രാനി വരുമെങ്കിൽ ഞാൻ ഗ്രാനി അയച്ചാക്കും. അങ്ങോട്ട് എറി. ഇവിടെ ഹാമറൊക്കെ എടുത്തിട്ട് വരാം. ഇവിടെ 2-ാം നമ്പർ. ഇവിടെ വുഡ് സ്റ്റിക്കില്ല. അയ്യേ
ഹാമർ മാത്രമേ കിട്ടുള്ളൂ. ഒരു ഐഡിയ ഉണ്ട്, ഇത് ഇങ്ങനെ ഇവിടെ ഇട്ടാൽ ഗ്രാനി വന്നോളും, എന്നിട്ട് അതിൽ വന്ന് ഐസ് ആയിക്കോളും. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഗ്രാനി 3 കണ്ടിട്ടുണ്ട്. ഈ ടെഡി ബിയർ എടുത്താൽ ഓക്കെ ഇപ്പോൾ വന്നോളൂ. വന്നു സ്വയം തന്നെ നമ്മുടെ കെണിയിൽ വന്ന് വീഴാൻ വേണ്ടി വന്നോളൂ. ഇതെവിടുന്നാ ഇപ്പോൾ വരിക? ഇതെവിടുത്തോടെ വരുക? ഒന്നും മനസ്സിലായില്ല. ആ ശരി, എന്തായാലും കാര്യം ചെയ്യാം. നമ്മളെന്തൊരു പൊട്ടത്തരോ ചെയ്ത് ഇവിടെ അടിക്കാൻ മാറുന്നു. ചെയ്ത് പോരാ, എന്തോ അടിച്ചു ചേർക്കണം. മാറി നിൽക്കും അവിടുന്ന്. ഇറച്ചി ഈ ഇറച്ചി കൊണ്ട് ഒരു പ്രയോജനമില്ല. വന്നു നമുക്കെന്താ പറ്റി? ആ ഗ്രാനിൻ്റെ ഇത് കാരണം മാറി നിൽക്കുക അവിടെ നിന്ന്, നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഗ്രാനി വന്നിട്ട്. ഗ്രാൻഡായി ഇന്ത്യനൊക്കെ ദേഷ്യം വരുന്നു. ഒന്നും ഇൻവിസിബിൾ ആവുക, അല്ലെങ്കിൽ ഇവിടുന്ന് ആവും. എന്തൊക്കെയോ പുറത്ത് വന്നു. ഗ്രാനി അടുത്ത എന്ത് തന്നെയാണോന്ന് ഓടിക്കോ. കാർക്കി ഇതാക്കുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ വുഡൻ സ്റ്റിക്ക് ഉണ്ട്. ഇനി ഒരു സാധനം കൂടി എനിക്ക് വേണം. ഇത് മാത്രം പോരാ, ഇനി ഒരു സാധനം കൂടി വേണം. അതെവിടെ കിട്ടും? അയ്യ, അവൻ്റെ കാലോടിഞ്ഞു പാവം. അവിടെ ഞാൻ അടിയിലും കൂടി പോയിട്ട് ഇത് വെക്കണ്ട, അതാണ് ഏറ്റവും വലിയ പരിപാടി. എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഇത് ശരിക്കും പറഞ്ഞാലേ എനിക്ക് മനസ്സിലായി. ഇനി ചിലപ്പോൾ കാർക്ക് ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് അടുത്ത ചെയിൻ കട്ടിംഗ് പ്ലെയർ എവിടെ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം. ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. ദേ കിടക്കണു. വി ആർ എസ്കേപ്ഡ്. വാവ്, വി ആർ എസ്കേപ്പ്. യെസ്, വി ആർ എസ്കേപ്പ്. അങ്ങനെ നമ്മളങ്ങനെ വെറുതെ പോകാൻ പറ്റില്ല. ഞാൻ ഒന്നും കൂടി പുകച്ചിട്ട് വേണം പോവാൻ. ഇവിടെ അടുത്തെത്തി. അയ്യോ, ഇത് എവിടുന്നാടാ വന്നത്? അതേ മേലില്ലേ? വാ 1 2 3. 1 2 3. ഉള്ളതെല്ലാം അങ്ങനെ തള്ളിപ്പൊട്ടിക്കുന്നു. എന്നിട്ട് നമ്മുടെ തണുപ്പിക്കുന്ന ആളില്ല, അവനെ എടുത്തുകൊണ്ട് വരിക. അയ്യോ പൊട്ടത്തരം ചെയ്തു. ഓ നോ. ഇനി ഗ്രാനി തന്നെ വന്ന് ഐസ് ആയിക്കോളും. നമുക്ക് നമ്മുടെ പണി നോക്കിയിട്ട് പോവാം. കമോൺ, ഐസ് റെഡി ആയിക്കോളൂ. അയ്യോ, ഇതെന്താ? ഗ്രാനി ഐസായില്ലേ?
ഗ്രാനി അയച്ചില്ല. അതെന്താ? 1 നമുക്ക് നമ്മുടെ പണി നോക്കി പോവാം. നീ ഗ്രാനി നമുക്ക് ഐസായിട്ട് ഞാൻ ബാഗും തൂക്കിക്കൊണ്ട് പോണു. ഗ്രാനി ഞാൻ ബാഗും തൂക്കിട്ട് പോണ്. അതുകൊണ്ട് ഗ്രാനി എൻ്റെ സമ്മാനം വാങ്ങണം കേട്ടോ. വാങ്ങാൻ പോണേ. ഇന്നൊരാളും കൂടി ഉണ്ടല്ലോ ഈ അടിയിൽ. വേറെ ആളും കൂടി ഉണ്ട്. അയാളെയും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാ. വാ കൊണ്ടുവരണ്ടേ. അപ്പോൾ നീ ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ വെറുതെ നിർത്തിയേക്കാം. പോണ സന്തോഷത്തിൽ ഇവൻ ഇവൻ തന്നെ ഇതാക്കുന്നു. ഈ സ്ക്രൂ ഡ്രൈവർ ഇതൊന്നും ആവശ്യമില്ല. അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിട്ടോ ഇട്ടോ അവിടെ കീ കാണാനടാ. അതാ കീ കിട്ടി. അത് കൊടുത്തു. വുഡൻ സ്റ്റിക്ക്. ഇതെന്താ കറ സൗണ്ട് അടിക്കണം. ആദ്യം ഇതുകൊണ്ട് പോയി നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. ഇവനിവിടെ തന്നെ ഉണ്ടാവുള്ളൂ എനിക്കറിയാം. നമ്മൾ ആവശ്യമില്ലാതെ കുറേ സാധനങ്ങൾ തപ്പിക്കൊണ്ടുവന്നു. അങ്കിൾ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. ഗ്രാനി സ്പോണായിട്ടുണ്ട്. അത് വിട്. അവൻ എവിടെ നിന്നാ വരുവാന്ന് പോലും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങോട്ട് പോയി ഇനി എസ്കേപ്പ് കമോൺ. ലാസ്റ്റായിട്ട് നമുക്കൊരു കളി കളിച്ചോളാം നമ്മളിവിടെ. കമോടാ വാടാ. കമോൺ ബ്രോ കൂൾ. ഇവിടെ സന്തോഷത്തിൽ നമ്മൾ അവൻ്റെ കൂടെ ഒരു ഗെയിം കളിക്കുന്നു. എന്തുകൂടാ വരാത്തവൻ? സ്ലോ ആണല്ലോ. ശരി, എന്നാ നമ്മ പോവാണ്. നമ്മ പോവാണ്. നമ്മൾ എസ്കേപ്പ് ആയിട്ട് ഗ്രാനി ഇപ്പോഴൊക്കെയാണ് വരുന്നത്. ഞാൻ പോയി. അയ്യോ പോയടേ. ഇനിങ്ങാട്ടി മുമ്പ് തന്നെ ഞാൻ അവൻ്റെ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതേപോലെ അടുത്ത വീഡിയോ ആയിട്ട് റോബ്ലോക്സിൽ കാണാം. ബൈ.